ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് കാണിക്കുന്നത്. ഞാൻ ഗ്രീൻ ഗ്രാം എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ ഇത് വേവിക്കാൻ വെക്കുകയാണ്. അതിനകത്ത് ഞാൻ ഒരു 2-3 പീസസ് ഓഫ് ഗാർലിക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിനകത്ത് നമുക്ക് കുറച്ച് ഉപ്പൊക്കെ ആഡ് ചെയ്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് വിസിലടിപ്പിക്കാം. ലേശം മഞ്ഞൾപ്പൊടി, ഇത്തിരി മുളക് പൊടിയും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ 2 കുരുമുളകിൻ്റെ പീസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു 5-6 വിസിൽ വരട്ടെ. നന്നായിട്ടൊന്ന് വേവണമല്ലോ. നമ്മുടെ ഗ്രീൻ ഗ്രാമിന് വേണ്ടിയിട്ടുള്ള കറിക്ക് വേണ്ട എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തക്കാളി എടുത്തിട്ടുണ്ട്, ഞാനൊരു പച്ചമുളകും, പിന്നെ ചെറുതായിട്ട് ഞാൻ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ജിഞ്ചർ ചതച്ച് വെച്ചിട്ടുണ്ട്. ഓൾറെഡി ഞാൻ ഗാർലിക് ഇതിൽ ഇട്ടിട്ടുണ്ട്. ഞാനൊരു 7 വിസിലൊക്കെ വന്നിട്ടുണ്ടാവും. ഇത് വെന്ത് കഴിഞ്ഞ് ഞാൻ എങ്ങനെ കറി ഉണ്ടാക്കുന്നത്, ഇത് ഒരു എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്. സോ ബാച്ചിലേഴ്സിനൊക്കെ ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ്. നമ്മുടെ ചെറുപയർ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനിനകത്ത് ഈ കറി ഉണ്ടാക്കാം. നമ്മൾ എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമ്മൾ ചെറിയ ജീരകം ആഡ് ചെയ്യണം. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ജിഞ്ചർ ആഡ് ചെയ്ത് കൊടുക്കുക. ആഫ്റ്റർ ദാറ്റ് പച്ചമുളക്. നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് വി ഹാവ് ടു ആഡ് ചോപ്ഡ് ഓണിയൻസ്. ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഓണിയനാണ്. അത് നന്നായിട്ട് ഒന്ന് വഴണ്ട് വരണം. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഓൾറെഡി നമ്മൾ ചെറുപയറിനകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു വേവിക്കുമ്പം. അപ്പോൾ അത് നോക്കിയും കണ്ടും നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. സോ ഇത് നന്നായിട്ട് ഒന്ന് വഴണ്ട് വരണം. ഇത് നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നമ്മൾ സ്റ്റിർ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഉപ്പ് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വേഗം വഴണ്ട് കിട്ടും. സോ ഏകദേശം നല്ല ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത് നന്നായിട്ട് ഒന്ന് കുക്കാവാം. സോ നമ്മുടെ മൂങ്കാൽ അല്ലെങ്കിൽ ചെറുപയർ കറി ഇത് എല്ലാവരും ട്രൈ ചെയ്യണം. ബിക്കോസ് ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ പ്രോട്ടീൻ ഉള്ളൊരു സാധനമാണ് ഈ ഗ്രീൻ ഗ്രാം. ആൻഡ് ദെൻ ആൻറ്റി ഓക്സിഡൻറ്റ് ആണ്, നല്ല റിച്ച് ഫൈബർ ഉണ്ട്, വിറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്. എന്താ ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ മതി. സോ വളരെ ഈസിയാണ് ആൻഡ് വളരെ ഹെൽത്തിയുമാണ് ടു കുക്ക്. ആഴ്ചയിലൊരു 2 days അറ്റ്ലീസ്റ്റ് ഇഫ് യു ട്രൈ ദിസ്, നോ ഇറ്റ് ഈസ് വെരി ഗുഡ്. ചിലരത് സ്പ്രൗട്ട്സ് ആക്കിയിട്ട് കഴിക്കും, അതും വളരെ നല്ലതാണ് കേട്ടോ. അങ്ങനെ ഇഷ്ടമുള്ളവർ അത് കഴിക്കാം. സോ ഗ്രീൻ ഗ്രാം നമ്മുടെ ചെറുപയർ വളരെയധികം നല്ലതാണ്. അതേമാതിരി നമ്മുടെ ഡൈജഷനും ഇത് വളരെ ഇമ്പോർട്ടൻറ്റ്. അതേമാതിരി നമ്മുടെ ഡൈജഷനും നമ്മുടെ ഗട്ടിലെ ബാക്ടീരിയ അതിനൊക്കെ ഇത് വളരെ യൂസ്ഫുള്ളാണ്. ഇതെല്ലാവരും നിങ്ങളുടെ ഡെയിലി ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. വെരി ഇമ്പോർട്ടൻറ്റ്. സോ മൂങ് ഇസ് വെരി വെരി ഗുഡ് ഫോർ ഹെൽത്ത്. അപ്പോൾ എല്ലാവരും ഈസി ടു കുക്ക് ആൻഡ് ഓൾസോ ഹെൽത്തിയുമാണ്. അപ്പോൾ ഏകദേശം നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്നുമില്ല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് ഒരു ലേശം വെള്ളം ഒഴിക്കുക. ദെൻ യു ക്യാൻ ആഡ് യുവർ ഗ്രീൻ ഗ്രാം ഇൻടു ഇറ്റ്. സോ ഏകദേശം വഴണ്ട് വന്നപ്പോൾ നമ്മളിതിലേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. സോ അതിലേക്ക് നമ്മൾ ടർമറിക് പൗഡർ ലേശം, ദെൻ വി ആർ ആഡിങ് മുളക് പൊടി, മല്ലിപ്പൊടി ഇച്ചിരി കൂടുതലിടാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റാം. ആ പച്ച മണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റാം. നല്ലൊരു മൂത്ത മണം വരുന്നുണ്ട്. സോ പിന്നെ വേറൊരു സംഭവം കൂടെ. നമ്മുടെ ഈ മൂങ് ദാൽ നമ്മുടെ ബ്ലഡ് പ്രഷറും കൊളസ്ട്രോളും ഇതൊക്കെ ലോ ആക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ഡയറ്റിൽ ഇത് ഇൻക്ലൂഡ് ചെയ്തേ പറ്റും. ഇറ്റ്സ് എ മസ്റ്റ്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ചിലർ എന്താ പറയുക, ഇതിനകത്ത് എന്താ പറയുക, ഒരുപാട് വേവിക്കില്ല, കുറച്ചൊന്ന് വേവിച്ചിട്ട് നമ്മൾ അതിലേക്ക് പഞ്ചസാരയൊക്കെ ഇട്ട് കഴിക്കും. അത് നല്ല ടേസ്റ്റ് ആട്ടോ. ചിലർ തേങ്ങയൊക്കെ തിരുമ്മിയിടും. ദാറ്റ് ഈസ് ഓൾസോ വെരി ടേസ്റ്റി. സോ നമുക്ക് പല ഓപ്ഷൻസും ഉണ്ട് മൂങ് ദാൽ കുക്ക് ചെയ്യാൻ. ദെൻ ചിലർ നമ്മുടെ നാട്ടിലെ കേരളത്തിലൊരു പലഹാരമാണ് സുഗിയൻ. അതും വളരെ ടേസ്റ്റിയാണ്. വൺസ് ഐ ഹാവ് ടു ട്രൈ ദാറ്റ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ലേശം ഒന്ന് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് റിക്വയർഡ്, വെള്ളത്തിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് ഇതൊന്ന് നമുക്ക് വേവിക്കാം. കുറച്ച് നേരം കൂടെ ഒന്ന് യോജിക്കട്ടെ. അപ്പോൾ ഐ എം ആഡിങ് ലിറ്റിൽ വാട്ടർ ഇൻ ടു ഇറ്റ്. ഒന്ന് കിടന്ന് ഉപ്പാവട്ടെ. ബൈ ദ ടൈം നിങ്ങൾക്ക് ഇതിൻ്റെ ഉപ്പ് കറക്റ്റാണോ, എരിവ് കറക്റ്റാണോ എല്ലാം ഒന്ന് നോക്കുക. എന്നിട്ട് ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കൊറിയൻഡർ ലീഫും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കറി യു ക്യാൻ യൂസ് ഇറ്റ് ഫോർ റൈസിൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, എല്ലാം കോമ്പിനേഷനുമാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. അങ്ങനെ ലാസ്റ്റ് നമുക്ക് കുറച്ച് കൊറിയൻഡർ ലീഫൊക്കെ ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ദിസ് വീഡിയോ. അപ്പോൾ വീണ്ടും മറ്റൊരു വ്ളോഗുമായി കാണുന്നവരെ
സ്റ്റേ ട്യൂൺ ആൻഡ് ബൈ.